everyone, Assalamu alaikum and welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തേക്കണത്. അപ്പോൾ അതിന് 1/2 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തേക്കണത്. ഈ ഒരു റേഷ്യോയിൽ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന ആ ഒരു ടൈമിൽ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് ഞാൻ ലഡു ഉണ്ടാക്കുമ്പോൾ കുറച്ച് നമ്മൾ ആ ഷോപ്പിൽ നിന്നെല്ലാം മേടിക്കുന്ന ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ല ഫുഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പക്ഷേ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നൊരു സംഭവമല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് കുറുകി വരണം. ആ ഒരു വെള്ളത്തിൽ ആ പഞ്ചസാരയും ഇതൊക്കെ ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഈ ഒരു കളറ് റെഡ് കളറായിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, അത് കുഴപ്പമില്ല. അത് ആ പഞ്ചസാരയുടെ വെള്ളവും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ രണ്ടും കൂടെ മിക്സ് ആയപ്പോൾ ഉള്ളൊരു കളറാണത്. അത് നമ്മൾ ശരിക്കും റവ ചേർക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു യെല്ലോ കളറായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ സെയിം പാൻ തന്നെയാണ് വെച്ചേക്കണത്. അതിലോട്ട് ഒരു 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ആ ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നെയ്യുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലോട്ട് 1 കപ്പ് റവയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കണത്. വറുത്തതായാലും വറുക്കാത്തതായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്കിതിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ അല്ല, റോസ്റ്റ് ചെയ്തെടുക്കും, സോറി. അപ്പോൾ ഒന്ന് ഒരു 5 മിനിറ്റ് റവയുടെ കളറൊന്നും മാറിക്കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നെയ്യും ഈ റവയും കൂടെ കൂടിച്ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഒരു 5 മിനിറ്റ്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റവയുടെ കളറും ഒക്കെ പെട്ടെന്ന് ചേഞ്ചായി പോവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആ ടേസ്റ്റും കിട്ടില്ല, ഒന്നും കിട്ടില്ല. പിന്നെ ഞാനിതിലോട്ട് ആഡ് ചെയ്യണത് ഒരു 3-4 ടീസ്പൂൺ തേങ്ങയാണ് ആഡ് ചെയ്തേക്കണത്. അപ്പോൾ തേങ്ങേൻ്റെ ഫ്ലേവറും ആ ഒരു ഇടയ്ക്കൊന്നിങ്ങനെ കടിക്കുന്ന ആ ഒരു ഇതും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേക്കാം, നിർബന്ധമൊന്നുമില്ല തേങ്ങ ചേർക്കണം എന്ന്. അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും ആ ഒരു റോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ലൊക്കെ വരുന്നവരെ ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത്രയും ടൈമിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം നന്നായി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അത് മറക്കരുത്. ഈ ഒരു ടൈമിൽ നമുക്ക് ആ മാറ്റി വെച്ചേക്കണ ആ ഒരു പഞ്ചസാരയുടെ സിറപ്പില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ കറക്റ്റ് അളവാണ് എടുത്തേക്കണത്. ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കട്ട പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ നന്നായി മിക്സ് ചെയ്ത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഈ ഒരു പരുവം എന്ന് പറയുമ്പോൾ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ഇതിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് ഈ ഒരു ടൈപ്പായിട്ട് എടുക്കുക. പാനിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈപ്പാക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ പിടിച്ചൊന്ന് ഉണ്ട ആക്കി എടുക്കാൻ പറ്റണ ആ ഒരു ചൂട് ആവുമ്പോൾ നമ്മളിതൊന്ന് പാനിൽ നിന്ന് ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ടിപ്പോൾ നന്നായി
ചൂടാറിയിട്ടുണ്ട്. നന്നായി ചൂടാറെന്ന് വെച്ചാൽ ഓവർ ചൂടാറേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റണ ആ ഒരു ചൂടാറിയാൽ മതി. ഇപ്പം ഞാൻ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഏകദേശം നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം മേടിക്കുന്ന ഒരു ലഡുവിൻ്റെ ആ ഒരു വലിപ്പത്തിൽ, നമുക്കിഷ്ടമുള്ള വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ബോൾ ഷേപ്പാക്കി എടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊരു ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലയിൽ ഞാൻ ഒരു ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. അത് എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബദാം വെച്ച് കൊടുക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. അഥവാ നട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ ലഡുവിൻ്റെ റെസിപ്പി. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കണത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.